നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലായ ന്യൂറൂട്ട് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻ്റർനെറ്റ് മേഖലയെക്കുറിച്ചുള്ള ഒരു ചെറിയ കൊച്ചു വീഡിയോയാണ്. കാരണം ഇൻ്റർനെറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് പലതും അറിയണമെന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്തൂടെ എന്ന് ആളുകൾ അന്വേഷിക്കുകയുണ്ടായി. അതായത് എനിക്ക് അതിനെപ്പറ്റി അത്രമാത്രം അറിവൊന്നുമില്ല, എങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനത് ചെയ്യാമെന്നേറ്റിരുന്നു. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ആദ്യമായി പറയുകയാണെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ ടെലിഫോൺ ബൂത്തുകൾ, അതുപോലെ കമ്പി അടിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതിനൊക്കെ പകരം ഇൻ്റർനെറ്റ് എന്ന സംവിധാനം ഇറങ്ങിയ ശേഷം അതെല്ലാം നിന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഏക വിഷയം എന്നെനിക്ക് മനസ്സിലായി. അതായത് ഇത് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന് കമ്പി ഇല്ല, കമ്പിയാണോ അതോ എന്ത് ടൈപ്പിലാണ് എന്നുള്ളതാണ്. ഇത് എന്താ പറയുക വെച്ചാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായിട്ടാണ് അയച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് എത്രമാത്രം സേഫ്റ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സേഫ്റ്റി ആയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റ് എന്നുള്ള വാക്ക്. ഈ എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാട്സാപ്പിലാണ് ഏറെയും കാണാൻ കഴിയുക. അതുപോലെ തന്നെ ഒരുപക്ഷെ ഫേസ്ബുക്കിലും കാണാൻ സാധിക്കും. എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റ് ആണ്. ഇത് വളരെ പ്രൊട്ടക്ഷനുമാണ്. ഈ പ്രൊട്ടക്ഷൻ ഓരോരോ രാജ്യത്തിലെ നിയമവ്യവസ്ഥക്കും ബാധകമായിട്ട് അവിടുത്തെ ഇൻ്റർനെറ്റ് സംവിധാനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ടീമാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ ഇൻ്റർനാഷണലായിട്ട് ഇപ്പം നമുക്കറിയാം, ഗൾഫിലുള്ള ഒരാളോട് നമ്മൾ കുറച്ച് പൈസ ഇങ്ങോട്ട് അയച്ചു തരാൻ പറയുകയാണെന്ന് വിചാരിക്കുക. അയാൾ ഇങ്ങോട്ട് വന്നിട്ടല്ല അയച്ചു തരുന്നത്. അതാണ് ഇൻ്റർനെറ്റ് സംവിധാനത്തിൻ്റെ പ്രത്യേകത. നിങ്ങൾക്കറിയാം, മണി ട്രാൻസ്ഫർ എക്സ്ചേഞ്ച് ബ്യൂറോ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ഇൻ്റർനെറ്റ് പ്രവർത്തിക്കുന്നത് മറ്റൊരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ATM കാർഡുകൾ, ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൈമാറുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ. അതുപോലെ തന്നെ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് എല്ലാവിധ ഇൻ്റർനെറ്റ് സംവിധാനങ്ങളും ഇതെല്ലാം കടലിലൂടെയാണ് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആകാശത്തിലൂടെയാണെന്ന് വിചാരിച്ചു. അങ്ങനെ GPRS ഒക്കെ എന്താണെന്ന് പറഞ്ഞാൽ അതൊക്കെ ഇൻ്റർനെറ്റ് തന്നെയാണ്. ഇൻ്റർനെറ്റ് നമുക്ക് സംവിധാനം സത്യത്തിൽ കടലിലാണ് ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഇത് എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റഡിനോട് അനുബന്ധിച്ചിട്ടുള്ളതാണ്. ഈ എൻഡ് ടു എൻഡ് ഇൻക്രിപ്റ്റഡ് എന്ന് പറഞ്ഞാൽ പല പേടികളും ഉള്ളൊരു കാര്യമാണ്. അതായത് രാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു ഭയം ഗവൺമെൻറ്റിന് പോലും ഉണ്ട്. ചില രാജ്യത്തൊക്കെ അതുണ്ട് താനും. അത് എല്ലാവരും ഭയപ്പെടുന്നത് സത്യത്തിൽ ഗൂഗിളിനെയാണ്. ഗൂഗിൾ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഇൻക്രിപ്റ്റഡ് ആണ്. പക്ഷെ അവർക്കറിയാം ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഈ വിവരങ്ങൾ മുഴുവൻ സാധാരണയായിട്ട് മറ്റു രാജ്യങ്ങൾക്ക് ചോർത്തി കൊടുക്കുമോ എന്നുള്ളൊരു ഭയം ഗൂഗിളിനോട് സർവ്വവിധ രാജ്യങ്ങൾക്കുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചൈനയിലും അതുപോലെ ഗൾഫ് കൺട്രികളിലുമൊക്കെ യൂട്യൂബ് അതുപോലുള്ള ഗൂഗിളൊന്നും അനുവദിക്കാത്തതിൻ്റെ രഹസ്യം. നമ്മുടെ രാജ്യത്ത് ഇതെല്ലാം ഉണ്ട് താനും, പല രാജ്യത്തും ഉണ്ട് താനും. ഇതെങ്ങനെ
ഈ സേഫ്റ്റി ആവുന്നു, ഇത് കൺട്രോൾ ആവുന്നു എന്ന് വെച്ചാൽ കടലിലൂടെയാണത്. പിന്നെ ഇവിടെ നിന്ന് ചോർത്തപ്പെടുമോ എന്ന് ചോദിച്ചാൽ പല ടെക്നിക്കുകൾ വളരെ ഏറിയ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം വയോജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു മെത്തേഡിനെ പറ്റി, ഇതെല്ലാം ചെറുപ്പക്കാർക്കാണ് കൊടുക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഇൻ്റർനെറ്റിനെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് സൗജന്യമായിട്ട് ഗവൺമെൻറ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡ് സ്വീകരിച്ചാൽ വളരെ നന്നായിരിക്കുമെന്നാണ്. അത് ഈ കാലത്തിൻ്റെ അത്യാവശ്യം കൂടിയാണ്. ഇവിടെ ചിലർക്കറിയാം, നമ്മൾ ഇപ്പോൾ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം മൊബൈലിൽ നിന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്രമാത്രം സേഫ്റ്റിയാണ്, ആ സേഫ്റ്റി കേടാണ് എന്ന് ജനങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇത് എല്ലാം കൂടെ ഇപ്പോൾ പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ ഇപ്പോൾ ഈ ഇൻ്റർനെറ്റ് സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നത് എവിടെയാണ് എന്നാണ് ജനങ്ങൾക്കറിയേണ്ടത്. അത് കടലിലൂടെയാണ് ഇത് സേഫ്റ്റി ആയിട്ട് കൊണ്ടുപോകുന്നത്. ഈ കടലിൽ നിന്ന് ചോർത്തപ്പെടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ അതിന് നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതങ്ങനെ ചോർത്തപ്പെടാൻ അനുവദിക്കില്ല. ചോർത്തപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ മത്സ്യത്തിൻ്റെ രൂപത്തിൽ ചില കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ ഈ കേബിളിനടുത്തേക്ക് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്താൻ പല രാജ്യങ്ങളും ശ്രമിക്കും. അപ്പോൾ അഥവാ ശ്രമിച്ചാൽ അത് നിഷ്ക്രിയമാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും അതാത് രാജ്യത്തുണ്ട് എന്നുള്ളതാണ് നിങ്ങളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് ദ്വീപുകളെ കേന്ദ്രീകരിച്ച് അതിനനുസരിച്ച് എല്ലാവിധ പാർട്സുകളും അതുപോലെ അതിനനുസരിച്ച് ആളുകളും ഈ എല്ലാ രാജ്യങ്ങളും സംവിധാനീകരിച്ചിരിക്കുന്നു. അപ്പോൾ റഡാർ സംവിധാനങ്ങൾ എന്ന് പറയും. അതുപോലെ തന്നെ ഇതിപ്പോൾ അണ്ടർ വാട്ടർ സംവിധാനം എന്നാണ് ഇതിന് പറയുക. അണ്ടർ വാട്ടർ ഇൻ്റർനെറ്റ് കേബിൾ കടലിനടിയിലൂടെ എല്ലാ രാജ്യത്തേക്കും എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ വാട്സാപ്പിൽ നിന്നും അതുപോലെ ഫേസ്ബുക്കിൽ നിന്നും ഒന്നും രഹസ്യങ്ങളൊന്നും ചോദില്ല. ഇപ്പോൾ നമുക്കറിയാം, വാട്സാപ്പിലൂടെ പൈസ അയക്കാം, പിന്നെ ഈ ഗൂഗിളിലൂടെ പൈസ അയക്കാം, ജിപേ, ഫോൺ പേ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഓർഡറാണ് ചെയ്യുന്നത്. ഈ ഓർഡർ പ്രകാരമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ള പൈസ മറ്റൊരാൾക്ക് ആഡ് ആവുന്നത്. അതും നമ്മൾ ഓർഡർ ചെയ്താൽ ആ ബാങ്ക് പൈസ മുഖേനയല്ല മറ്റുള്ള അക്കൗണ്ടിലേക്ക് ചെല്ലുന്നത്. ആ ബാങ്ക് ചെറിയ ബാങ്കിനെ ഏൽപ്പിക്കുന്നു. ആ ചെറിയ ബാങ്കിൽ നിന്നാണ് നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ നീങ്ങുന്നത്. ഇതാണാകട്ടെ കമ്പ്യൂട്ടർ മുഖാന്തരമാണ് സംഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ചില ആപ്പുകൾ ഡൗൺലോഡ് ചെയ്താൽ ഉള്ള കാര്യം പറഞ്ഞു. അത് ചെയ്യുമ്പോൾ ചില സ്പൈ ആയിട്ടുള്ള ആപ്പുകളുണ്ട്. അതുപോലെ സ്പൈ ആയിട്ടുള്ള മത്സ്യങ്ങളുണ്ട്. ഈ സ്പൈ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മത്സ്യം പോലത്തെ യന്ത്രങ്ങളാണ്. അത് ഈ കാലത്ത് അതൊരു വിഷയമുള്ള കാര്യമല്ല, ഒരു മത്സ്യം പോലത്തെ ഒരു സാധനത്തിനുണ്ടാക്കാൻ. അത്രമാത്രം ടെക്നോളജിയിൽ മനുഷ്യൻ വളർന്നിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ വളരെ സേഫ്റ്റിയാണ് കാര്യങ്ങളൊക്കെ, അതൊന്നും ചോരില്ല. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ വളരെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ജനങ്ങൾ ചോർത്തിയെടുത്താൽ നമ്മളെ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ നമ്മളെ പറ്റിയുള്ള ഡീറ്റെയിൽസുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോർന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇതിപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഫൈബർ ഒപ്റ്റിക്കൽ കേബിൾ കടലിനടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാവിധ വാർത്താമാധ്യമങ്ങളും സംവിധാനങ്ങളും സർവ്വവിധ രാജ്യങ്ങളിലേക്കും ഇൻ്റർനാഷണലായിട്ട് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതിന് ഒരു ചിത്രവും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ കേബിൾ ശരിക്കും നിങ്ങൾക്ക് ആ കേബിൾ കാണാൻ സാധിക്കും. ആ കേബിളിൻ്റെ മുഖവും ആ ഫൈബർ ഒപ്റ്റിക്കൽസിൻ്റെ കേബിളിൻ്റെ മുഖം ഇങ്ങനെ വിരൽ പോലെ നിൽക്കുന്നത് പലവിധ ടെക്നോളജികൾ അടങ്ങിയിട്ടുള്ള
ഇതാണത്, സീക്രട്ടാണ്. അപ്പോൾ അത്തരം ഒരു സീക്രട്ട് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക്, അതുപോലെ ഒരു രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾ പിന്നെ ഗൂഗിളിന് അറിയാൻ സാധിക്കും. ഈ ഗൂഗിള് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് പിന്നെ ഷെയർ ചെയ്യുമോ എന്നുള്ളതാണ് ഓരോ രാജ്യത്തിൻ്റെയും പേടി. ഇവിടെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, ഈ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പക്ഷേ ഗൂഗിൾ ഇതുവരെ മുതിർന്നിട്ടില്ല, മുതിരുകയുമില്ല. പക്ഷെ അതിന് നല്ല നിയമവുമുണ്ട്. ആ നിയമവുമായിട്ടൊരു നിയമ ഉടമ്പടി, ഒരു വക്കൽ കരാറല്ല, നിയമ ഉടമ്പടിയിൽ ഒപ്പിട്ടിട്ടാണ് ഗൂഗിൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ വാട്സാപ്പൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ ചോരുമോ എന്നുള്ളത് സൂക്ഷിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ആളുകളുമുണ്ട്. മനസ്സിലായില്ലേ? അവർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ പിന്നെ വാട്സാപ്പിന് പോലും ആ രഹസ്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നാണ് അവർ ഇത് ചെയ്യുന്നത്, പബ്ലിസിറ്റി ചെയ്യുന്നത്. എങ്കിലും അവരറിയാതെ സംഭവം ഗൂഗിള് ബ്രൗസർ എന്നതൊക്കെ അവരുടെ കൺട്രോളിലുള്ളതായ കാരണമാണ് രാജ്യത്തിന് പേടി. എന്തായാലും ശരി, ഇത് നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള ആവശ്യമല്ല ഇവിടെ ഉദിക്കുന്നത്. ജനങ്ങൾക്ക് ഉള്ള പേടിയല്ല, രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റു രാജ്യങ്ങൾ തിരിച്ചറിയുമോ. ഉദാഹരണത്തിന് പിന്നെ ഒരു കോടതി വ്യവഹാരങ്ങൾ, അതുപോലെ മന്ത്രിമാരും മറ്റും സെനറ്റിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീവ്രവാദികൾ പിടിച്ചെടുക്കുമോ എന്ന് ഉള്ള ഭയങ്ങളും ഒക്കെയാണ് സംഭവത്തിൻ്റെ ഏകദേശ രൂപം. അത് കണ്ടെത്താൻ ഇൻ്റർനെറ്റ് സംവിധാനത്തെ പിന്നെ പ്രൊട്ടക്ഷൻ ചെയ്ത് നിർത്താൻ അതിൻ്റേതായിട്ടുള്ള ഉപകരണങ്ങളും മറ്റും അതിനുള്ള ആളുകളും എല്ലാം ഉണ്ട്. അതിനുള്ള റോബോട്ടുകൾ അതുപോലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിൻ്റെ ഒരു ആധുനിക കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അതായത് പഴയ കാലത്തെ കമ്പിയിലൂടെ ഫോൺ വിളിക്കുക അങ്ങനെയുള്ള മെത്തേഡല്ല ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളായിട്ടാണ് ഈ കാര്യങ്ങളെ സർവ്വവിധ രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ട്യൂൺ ചെയ്ത് എടുക്കുന്ന വല്ല തീവ്രവാദ ഗ്രൂപ്പുകൾ, അതുപോലെ വേറെ സ്പൈ ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചിരിക്കുന്ന പല പല രാജ്യങ്ങൾക്കും പല പല മെത്തേഡാണ്. അപ്പോൾ അതൊക്കെ തന്നെ കീപ്പ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എന്താണ് ഇൻ്റർനെറ്റ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും. GPS എന്താണെന്ന് ഇതിൽ ഞാൻ പറയുന്നില്ല. അതിനൊക്കെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാവുന്നത്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാനിത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് നന്ദി പറയുന്നു. ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് ഞാൻ വിചാരിക്കുന്നു, ഷെയർ ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പിന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്നത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മറക്കാൻ പാടില്ല. അതെല്ലാം ചെയ്ത് തരുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും വേഗം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എത്ര പൈസ കിട്ടുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് എന്നൊക്കെയാണ്. അതായത് പൈസ എത്ര കിട്ടുന്നു എന്ന് ഒരു മനുഷ്യനോട് പറയില്ല. കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയുന്നുള്ളൂ, പക്ഷേ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഈ സബ്സ്ക്രൈബ് ഇതിന് വളരെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.